Good morning to you all, my dear learners. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓക്സിലറി വെർബ്സ് അല്ലേ ആ മുതൽ തുടങ്ങിയിട്ട് ആം ഈസ് ആർ വാസ് വേർ വരെ എത്തി അല്ലേ. പുതിയ ആൾക്കാർക്ക് വ്യൂവേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ആ ഇൻട്രൊഡക്ടറി പാർട്ട് പറഞ്ഞത്. അപ്പൊ വേറെ വരെ എത്തില്ല. നമുക്ക് ഇനിയിപ്പോ ഇന്ന് ഹാസ് ഹാവ് ഹാഡ് എടുക്കാം. അതായത് ഈ ഓക്സിലറി എന്ന് പറഞ്ഞിട്ട് ഈ ഓക്സിലറി എന്ന് പറഞ്ഞ് മാത്രം അങ്ങ് എടുത്താലൊന്നും ഞാൻ ഒരു അധ്യാപകനെ കുറ്റം പറയുന്നില്ല. ഞാൻ ഉള്ള കാര്യം പഠിതാക്കൾക്ക് വേണ്ടി പറയുന്നതാണ്. അതായത് ഓക്സിലറി എന്ന് പറയുമ്പോൾ ആ ഓക്സിലറി എന്തിനാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് ഒരു അതിന്റെ യുസേജ് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കും. എന്തിനാണ് ഈ ഓക്സിലറി പഠിക്കുന്നത്, എന്താ ഈ ഓക്സിലറിയുടെ ഉപയോഗം എന്നൊക്കെ കൃത്യമായിട്ടുള്ള യുസേജിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഞാൻ ഒരിക്കലും കൂടി അത് പറഞ്ഞത് എന്താ വെച്ചാൽ പുതിയ വ്യൂവേഴ്സിനും കൂടി മനസ്സിലാവാൻ വേണ്ടിയായിട്ട്, പിന്നെ പഴയ പഠിതാക്കൾക്ക് ഒന്നുകൂടി ഒരു റിപ്പീറ്റേഷൻ പാർട്ട് പോലെ പറഞ്ഞത് കേട്ടു. അപ്പോൾ ഇന്ന് നമുക്ക് ഹാസ് ഹാവ് ഹാഡ് കൃത്യമായിട്ട് അർത്ഥവും മനസ്സിലാക്കണം. അത് അർത്ഥം ഇല്ലാതെ ഓക്സിലറീസ് ഉണ്ട്, അതിലേക്ക് കിടക്കണം ഞാൻ പറയാം. അപ്പൊ ഈ ഓക്സിലറീസ് അർത്ഥം, അതായത് ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാഡ് പാസ്റ്റിലേക്ക് ഉണ്ടായിരുന്നു. ഹാസിന്റെ അർത്ഥം ഉണ്ട്, ഹാവിന്റെ അർത്ഥം ഉണ്ട്, ഹാഡിന്റെ അർത്ഥം ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ട് എന്ന് നമ്മൾ മലയാളത്തിൽ എപ്പോഴും അതാ പറഞ്ഞ മലയാളത്തിൽ അയാൾ പറയാന്നറിയോ, മലയാളം എന്നല്ല നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ ഇങ്ങനെ വരണം, അതൊക്കെ വെറുതെയുള്ള മിസ്ഗൈഡൻസ് ആണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് പറയാൻ തയ്യാറാണ്. അങ്ങനെ ഇംഗ്ലീഷ് അറിയാതെ ആൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് തലയിൽ വരിക? അപ്പൊ നമ്മൾ മലയാളം എന്താണ് അതിന്റെ യൂസേജ്, ഏസ് മലയാളി യൂസേജ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കി പഠിക്കാൻ. ഹാസ് ഉണ്ട് നമ്മൾ അർത്ഥം അറിയാണ്ട് ഹാസ് എന്ന് പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ 2-3 ഉദാഹരണം ഒരാൾ തന്നാൽ മതിയാവോ? പോരാ. കൃത്യമായിട്ട് എക്സാക്ട് അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിംഗ് ദ മീനിങ് of that particular auxiliary that we require to know first of all. No doubt for that. ആര് പറഞ്ഞാലും ശരി ഞാൻ അങ്ങനെയാ പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെയാ പറയാന്നൊക്കെ പറയുന്നത്? നോട്ട് ഔട്ട് ഓഫ് നിങ്ങൾ വിചാരിച്ചു അത് അകത്ത് അങ്ങനെയൊന്നും അല്ല. അത് ഡ്യൂ ടു മൈ എക്സ്പീരിയൻസ് ആൻഡ് ഡ്യൂ ടു മൈ നോളജ്. ഹൗ ഐ ഹാവ് എക്സ്പീരിയൻസ് ഐ ഹാവ് ലേൺ. അന്നൊക്കെ ഞാൻ എൻ്റെ പുതിയ പഠിതാക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത്ര കൺഫേം ആയിട്ട് പറയുന്നത്. തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഓക്കെ. അപ്പൊ ഹാസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എത്ര പഠിച്ചത്? ലോകത്ത് എല്ലാ സാധനവും ഉണ്ട്, എല്ലാ വസ്തുക്കളും ഉണ്ട്, എല്ലാ ഓബ്ജക്റ്റ് അല്ലേ ഓബ്ജക്റ്റ് ഉണ്ട് എന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോൾ എത്ര പഠിച്ചത്? ബോഡീന്റെ ഫോർമേഷനാണ്. ഫോർ എക്സാമ്പിൾ വി ക്യാൻ ടേക്ക് പേര് പറയാം, അല്ലെങ്കിൽ ഹീ ഷീ ഇറ്റ്, അതായത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടിയാണ് ഹാസ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹീ ഹാസ് എ കമ്പ്യൂട്ടർ, ഷീ ഹാസ് എ കമ്പ്യൂട്ടർ ഉണ്ടോ? അപ്പോൾ ഈ കുഷികൾ പേര് വെച്ച എത്രയായി? അപ്പൊ നമ്മൾ ഈ ഹാസ് എ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ 3 വേർഡ് മാത്രമല്ല. ഈ ഹാസ് എ ന്യൂ കമ്പ്യൂട്ടർ, പർച്ചേസ്ഡ് യെസ്റ്റർഡേ, കാസർഗോഡ്. ഇങ്ങനെയൊക്കെ വലിയ ലോങ് സെന്റൻസ് പറയണ്ടെങ്കിൽ ബേസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. അത്ര മാത്രമാണ് കാര്യം പറഞ്ഞത്. ഈ ഹാസ് എ കമ്പ്യൂട്ടർ, എ ന്യൂ കമ്പ്യൂട്ടർ, പർച്ചേസ്ഡ് യെസ്റ്റർഡേ, എ ന്യൂ കമ്പ്യൂട്ടർ, പർച്ചേസ്ഡ് യെസ്റ്റർഡേ ഫ്രം ദ കാസർഗോഡ് മാർക്കറ്റ്. കണ്ടോ? അപ്പൊ ലോങ് സെന്റൻസ് ഓൾസോ വി ക്യാൻ ഫോം. പക്ഷേങ്കിൽ നമുക്ക് എന്ത് വേണം? a base correct knowledge, thorough knowledge. Thorough means clearly understanding the exact meaning of the same and all. Then we can form such a type of lakhs and lakhs of sentences. Such a capacity, suppose you got, see, we can form lakhs and lakhs of sentences and can easily speak. ഇതാണ് അതിന്റെ കാര്യം. സത്യാവസ്ഥ മനസ്സിലായല്ലോ. അതായത് അത് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് അതിന്റെ യൂസേജ് 2-3 വീട്ടിൽ തുടങ്ങി, പിന്നെ 3-4-5 വീട്ടിലേക്ക് പോയി. അപ്പൊ ലോങ് സെന്റൻസ് ഉണ്ടാക്കാന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി. ഒരു പഠിതാവിന്റെ കാര്യം പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എത്ര സെന്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ ഊഹിക്കാൻ പറ്റാതെ എത്ര സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് ഇംഗ്ലീഷ് കണ്ടമാനം സെന്റൻസ് ഉണ്ടാക്കി സംസാരിക്കാം. സെന്റൻസ് വരാത്തതാണല്ലോ സെന്റൻസിന്റെ ഫോർമേഷൻ. ഞാൻ എപ്പോഴും ഓൾവേസ് ആൻഡ് ഗിവിംഗ് ഡ്യൂ ഇമ്പോർട്ടൻസ് only for this that particular word formation means വാചക രൂപീകരണം അല്ലേ? വാചക രൂപീകരണം എന്ന് പറയുമ്പോൾ നമ്മളെ മലയാളത്തിൽ വരുന്നതിന് പെട്ടെന്ന് തന്നെ അത് വിത്തിൻ നോ സെക്കൻഡ്സ് അതെന്ത് ചെയ്യണം? ഇറ്റ് റിക്വയർ ടു ചേഞ്ച് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. സച്ച് എ കപ്പാസിറ്റി ജസ്റ്റ് റിക്വയർ ടു ബിൽഡ് ഇറ്റ് അപ്പ്. ഏർലിയർ itself several times I have already told regarding the same or then even now repeating the change just for the new viewers. Okay.
അപ്പോ ആശയം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു, പുതിയ കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് പറഞ്ഞു, ഇന്നലെ വാങ്ങിയ പുതിയ കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് പറഞ്ഞ്, ഇന്നലെ കാസർഗോഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പുതിയ കമ്പ്യൂട്ടർ ഉണ്ട്. ലോങ് സെന്റൻസ് നിങ്ങൾക്ക് ഇന്നലെ സുഹൃത്തിനോട് സംസാരിക്കും. ഇങ്ങനെയാണ്, ഇതാണ് ഓക്സിലറി. എല്ലാതെയും ഓക്സിലറി. എന്ത് ഓക്സിലറി? ഓക്സിലറി സഹായക്രിയ. ശരിയാ. ഈ സഹായക്രിയ നിങ്ങൾ ഇംഗ്ലീഷിൽ എവിടെ ഉപയോഗിക്കുന്നു എന്ന് ഒരു റിഗാർഡിങ് ദ യൂസേജ്, അതിനെ കുറിച്ചൊരു ധാരണ അതുണ്ടായാലാണ് നമുക്ക് മനസ്സിലാക്കാനും, നമുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കാനും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടമാനം രൂപീകരണം, ഫോർമേഷന് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പൊ നമുക്ക് അണ്ടമാനം സംസാരിക്കാൻ നമ്മൾ will not be puzzled to attain the words and how to form the sentences and all. That is quite needed for the just suppose you want to communicate. For communication, automatically the process required to happen, then only that will go through the chat. Okay, that will be for your knowledge. അപ്പൊ ഹാസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസിനെ കൊണ്ട് ഞാൻ വായന ഉണ്ടായി കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഒബ്ജക്റ്റുകളും ഉണ്ട് എന്ന് പറയേണ്ട ഉദാഹരണങ്ങളാണ് ഞാൻ തന്നത്. ഇനി അപ്പൊ ഷീ എന്താണ്? ഷീ ഹാസ്. അപ്പൊ അവൾ, അവൻ, അത്, ഇറ്റ്. അവൾ, അവൻ, അത്, ഇറ്റ് അല്ല, ഈ മൂന്നിന്റെ കൂടി നമ്മൾ എഴുതാം. അത് വേഗത്തിൽ ഓടിയിരിക്കുന്നു. എങ്ങനെ പറയാം? ഇറ്റ് ഹാസ് റൺ ഫാസ്റ്റ്ലി. ഓടിയിരിക്കുന്നു. ഇറ്റ് ഹാസ് റൺ വെരി ഫാസ്റ്റ്ലി. The bus has run very fastly on the road. ബസ് വേഗത്തിൽ റോഡിൽ ഓടിയിരിക്കുന്നു. നമുക്ക് വേറൊരു ഉദാഹരണം എടുക്കാം. ഈ ലോകത്തിലെ എല്ലാ വസ്തുവിനും ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് എന്നല്ല അതിനർത്ഥം. അർത്ഥം അതാണെങ്കിലും അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇറ്റ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റന്റ് എന്നാണ് ഇംഗ്ലീഷിലായിട്ട് പറയുന്നത്. ഇത് ഇൻസ്റ്റന്റ് വേർഡ്. ഇൻസ്റ്റന്റ് എന്ന് INSTED. ഇൻസ്റ്റന്റ്. ഇൻസ്റ്റന്റ് പകരം നിൽക്കുന്ന പദം, അതായത് വസ്തുക്കൾക്ക് പകരം നിൽക്കുന്ന പദമാണ്. ദാറ്റ്സ് ആൻ ഇൻസ്റ്റന്റ് വേർഡ് എന്നാണ് ഇംഗ്ലീഷിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഓക്സിലറി എന്ത് ഓക്സിലറി, ആരും ഓക്സിലറി. അതായത് ഇറ്റ്, അത് ഇൻസ്റ്റന്റ് വേർഡ്. ഇൻസ്റ്റന്റ് ഇപ്പൊ ഉദാഹരണം നമ്മൾ പറയാ, റാറ്റ് റൺ വെരി ഫാസ്റ്റ്ലി. റാറ്റ് ഹാസ് റൺ വെരി ഫാസ്റ്റ്ലി പറയാം. എന്താണ്? എലി വേഗത്തിൽ ഓടിയിരിക്കുന്നു. അല്ലേ? ഇരിക്കുന്നു അല്ലേ? അപ്പൊ പ്രസന്റിന്റെ പെർഫെക്റ്റ് ഫോമിലായി വന്നിട്ടുള്ളത്. അതിപ്പോ പെർഫെക്റ്റ് ഫോം ടെൻസ് ഫോംസിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ് ആയി പോകും. അപ്പൊ നിങ്ങൾ തൽക്കാലം ഇത് മാത്രം, അതായത് കോൺസെൻട്രേറ്റ് മെസ്സേജസ് ഓക്സിലറി ആണ്. ഓക്കെ. അപ്പൊ ഇറ്റ് ഹാസ് റൺ വെരി ഫാസ്റ്റ്ലി. ദ റാറ്റ് ഹാസ് റൺ വെരി ഫാസ്റ്റ്ലി. വേഗത്തിൽ, എലി വേഗത്തിൽ ഓടിയിരിക്കുന്നു. അപ്പൊ ഇറ്റ് എന്താ ഞാൻ പറഞ്ഞ ഇൻസ്റ്റന്റ്. ഇൻസ്റ്റന്റ് എന്തിനുള്ളതാണ്? ഇൻസ്റ്റന്റ് ലോകത്തുള്ള വസ്തുക്കൾക്ക് പകരം നിൽക്കുന്നു. ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും അല്ലെ? ഷീ എല്ലാ പുരുഷനും സ്ത്രീയും അല്ലെ? അപ്പൊ ഹീക്ക് പറഞ്ഞ നിങ്ങൾ വേർഡ് പേര് വെച്ചാലോ ഒരേ വാചകം അല്ലെ? അപ്പൊ ഷീക്ക് പകരം അതുപോലെ ഇറ്റിന് അല്ലെ? അപ്പോ ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. അപ്പൊ ഓക്സിലറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഓക്സിലറിയിലും നമുക്ക് ആദ്യം സാധാരണ വാക്യം, പിന്നെ ചോദ്യപദം, പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് ഉത്തരം, പിന്നെ നെഗറ്റീവ് ഉത്തരം, പിന്നെന്താണ് അത് ഞാൻ എന്താന്ന് പറയാം. ഒരു ഉദാഹരണം നമുക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. ഈ ഹാസ് എ ബുക്ക്. എങ്ങനെ നമ്മളെ ചോദ്യം പറയുന്നത്? ഈ ഹാസ് എ ന്യൂ ബുക്ക്, ഹാസ് എ ന്യൂ നോട്ട് ബുക്ക് എന്നല്ലോ അല്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? അവനൊരു നോട്ട് ബുക്ക് ഉണ്ട് പുതിയ. അപ്പൊ ആ പുതിയ നോട്ട് ബുക്ക് ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കാം നമുക്ക്. അപ്പൊ ആ ഓക്സിലറി ദാറ്റ് കം ദാറ്റ് ആക്ട് ആസ് എ ക്വസ്റ്റ്യൻ വേർഡ് അല്ലെ? അതെന്താക്കുന്നത്? അത് ക്വസ്റ്റ്യൻ വേർഡായി ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത് ക്വസ്റ്റ്യൻ വേർഡ് എവിടെയാ സാധാരണ ജനറലി എവിടെയാ വരിക? The question word required to come in the first part of the sentence. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നറിയോ, ഒടാനും കോടി ചോദ്യം ചോദിക്കുമ്പോൾ ഉള്ള ഒരു കാര്യം പറയാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ചുള്ളത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം.
അപ്പോൾ whenever you are willing or try to form a question, a particular question word comes in the first part of the sentence. അപ്പോൾ ആ ഹാസ് എവിടെ വന്നു? ഹാസ് എവിടെ വന്നു? ഫസ്റ്റ് പാർട്ടിൽ വന്നു അല്ലേ? അപ്പൊ ഈ ഓക്സിലറി അല്ല യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം വരുന്നത് യെസ് ഓർ നോ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ വേർഡ് എല്ലായിട്ട് അതെല്ലാം ക്വസ്റ്റ്യൻ വേർഡായിട്ട് ആക്കി 24. അപ്പൊ ഇവിടെ വരും വന്നേരത്ത് ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്കപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ തറോ നോളജ് ഒരു പഠിതാവിനെ കുറിച്ചിട്ട് a clear understanding regarding whichever it may be the chapter or whichever it may be the part of the language. I have thorough knowledge, not the grammar side, but beyond certain basic side, just ഇപ്പം ഞാൻ പറഞ്ഞ പോലെ just like, അതായത് ഇത്തരം കാര്യങ്ങൾ, അതായത് എവിടെയാ ഉപയോഗിക്കുന്നത്, എന്താ ഉപയോഗിക്കുന്നത്, അത് എന്തിനുള്ളതാണ്, അല്ലാതെ നമ്മൾ ഓക്സിലറി ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നുമല്ല. ക്വസ്റ്റ്യൻ ചാപ്റ്റർ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വളരെ കുറവേ ഉള്ളൂ. അതേ പിന്നീട് അടുത്ത ചാപ്റ്ററിൽ എടുക്കുമ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ എവിടെ വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ ആ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ വേർഡിന്റെ സമാന ക്വസ്റ്റ്യൻ എടുത്ത് ഫസ്റ്റ് പാർട്ടിലിട്ടാൽ ഉടനെ നിങ്ങൾക്ക് പോയി ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ടു ഫോം എ ക്വസ്റ്റ്യൻ ദാറ്റ് ബിക്കം ഈസി or else again we get puzzled. Where I require to start. അല്ലേ എന്നൊക്കെയുള്ള ചിന്ത നിങ്ങൾക്ക് such a type of several thoughts arise, then you will get confused and you will be bewildered, and on the very next again you get blocked. The simple reason I am telling again, see, that is the reason you are not in a position to communicate. So clear understanding regarding these type of basic sides. I not only have to form, but beyond these type of certain things. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ I told you earlier itself that whenever you form a question, the question word required to come in the part of the sentence. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ സമാന പദപ്രയോഗം എടുത്തിട്ട് പഠിക്കും. അപ്പോൾ ഈ ആ ബ്രെയിനാണ് എഴുതുന്നത്. ആ ബ്രെയിനിന്റെ ആക്ടിവിറ്റി നിങ്ങൾ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതി കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബിയോണ്ട് ടങ് പ്രാക്ടീസ് അവിടെ കിട്ടും, ഫോർമേഷൻ കപ്പാസിറ്റി കിട്ടും, ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിക്കേറ്റീവ് കപ്പാസിറ്റി കിട്ടും. എല്ലാവരും നിങ്ങൾ സംസാരിക്കണം എന്നല്ലേ പറയാം. സംസാരിക്കുക ഹൗ ടു മേക്ക് ദാറ്റ് പർട്ടിക്കുലർ വേർഡ് ഇൻ പ്രാക്ടിക്കൽ. ആ കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡ് എങ്ങനെ നിങ്ങൾക്ക് പ്രായോഗികതയിൽ കൊണ്ടുവരിക, അതായത് ലിസൺ ദെൻ റീഡ് ദെൻ റൈറ്റ്. അങ്ങനെയാണ് ലിസൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത്, ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫീഡ് ഇൻ യുവർ മെമ്മറി. ആ ലിസണിങ് ആണ് അല്ലേ. പിന്നെ നമ്മൾ അത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് റീഡ് ചെയ്യുന്ന പോലെ ഒരു ബുക്ക് നോക്കി നമ്മൾ കുറേ പ്രാവശ്യം വാട്സ് യുവർ നെയിം എന്ന് പറയുമ്പോൾ നമ്മൾ അത് റിപ്പീറ്റേഷനാണ്. അപ്പോൾ ടങ് പ്രാക്ടീസ് അവിടെ കിട്ടും. ഈ ടങ് പ്രാക്ടീസ് എല്ലാം വളരെ പ്രൊമോസ്റ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ് ഇംഗ്ലീഷിനെ സംബന്ധിച്ച്. കാരണം എന്ന് വെച്ചാൽ ചില ആൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല, ചില ആൾ എന്ത് ചെയ്യും, വായിക്കും, ബുക്ക് നോക്കിയിട്ട് എഴുതും, ഡ്രാഫ്റ്റ് ചെയ്യും, മറ്റുള്ളവർ പറയുന്നതൊക്കെ മനസ്സിലാവും, പക്ഷേങ്കിൽ ആൾക്ക് പറയാനാവുന്നുണ്ടാവും. അതിൻ്റെ കാരണം എന്താണ്? ലാക്ക് ഓഫ് ടങ് പ്രാക്ടീസ്. അപ്പോൾ ടങ് പ്രാക്ടീസ് ഇറ്റ്സ് പ്രൊമോസ്റ്റ് ഫാക്ടർ പറഞ്ഞില്ലേ. അതായത് മനസ്സിലാവും, പക്ഷെ പറയാൻ പറ്റുന്നില്ല, എഴുതും, വായിക്കും. അപ്പൊ എന്ത് വേണം? ലാക്ക് ഓഫ് ടങ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകണം. അപ്പോൾ ഒരു പഠിതാവിനെ സംബന്ധിച്ച് ഈസി ആയിട്ട് പഠിക്കാം. വളരെ ഷോർട്ടസ്റ്റ് പീരിയഡിൽ നിങ്ങൾക്ക് ലാംഗ്വേജിന് എടുക്കാൻ കഴിയും, യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഹാസ്, ഹാവ്, ഹാഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഹാസിന് ഉണ്ട് എന്ന് അർത്ഥമുണ്ട്, ഹാവിന് ഉണ്ട് എന്ന് അർത്ഥമുണ്ട്, ഹാഡിന് ഉണ്ടായിരുന്നു. അപ്പൊ ഹാസിന്റെ ഹാവിന്റെ ഷീ ഹാസ്, ഹി ഹാസ്, ഇറ്റ് ഹാസ് പറഞ്ഞു അല്ലേ. അപ്പോൾ സിംഗുലറിന്റെ കൂടെ പ്രസന്റില് സിംഗുലറിന്റെ കൂടെ, അതായത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എന്ത് ചെയ്ത് ഹാസ് വെച്ചു അല്ലേ. ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. ഇനി ഹാവ് എവിടെയാ വെക്കുക? ഹാവിന്റെ അർത്ഥം ഉണ്ട് എന്ന് തന്നെയാണ്, പ്രസന്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹാവിന്റെ അർത്ഥം അത് പ്ലൂറലിന്റെ കൂടിയാണ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടിയാണ് വെക്കുന്നത്. ദേ ഹാവ്, യു ഹാവ്, വി ഹാവ്, ഐ ഹാവ്. കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഐ സിംഗുലർ ആസ് വെൽ ആസ് പ്ലൂറൽ ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് ഇന്ത്യയിൽ എഴുതി വെച്ച ഒരേ ഒരു പുസ്തകം പെൻബുക്സ് ആണ് പബ്ലിഷ് ചെയ്ത്. ഞാൻ കഴിഞ്ഞ പറയുന്നത് ഇപ്പൊ പുറത്ത് ന്യൂ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറഞ്ഞത്. അപ്പൊ ഐ എന്താണ്? ഐ ഞാൻ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ എന്നാൽ, പക്ഷേ ഐന്റെ കൂടെ ഓക്സിലറി ഉപയോഗിക്കുന്നത് ഹാസ് എന്നല്ല, ഹാവ് എന്നാണ്. അപ്പൊ ഐ ഹാവ്. അപ്പോൾ സിംഗുലർ ആസ് വെൽ ആസ് പ്ലൂറൽ ആയിട്ട് ഐ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് എഴുതി വെച്ച ഒരു പുസ്തകം പെൻബുക്സ് പബ്ലിഷ് ചെയ്ത ജെവീസ് പബ്ലിക്കേഷൻ. 700 രൂപയാണ് അതിന്റെ മുഖവില. 10,000-ലധികം പേജസ് ഉണ്ട്.
അതിൽ പേജ് നമ്പർ പോലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 545 പേജിൽ വലത്ത് ഭാഗത്ത് അണ്ടർലൈൻ ചെയ്തിട്ടാണ് അത് എഴുതി വെച്ചിട്ടത്. അത് അങ്ങനെ കറക്റ്റായിട്ട് എഴുതി വെച്ച ഒരേ ഒരു പുസ്തകമാണ് ബുക്സ് പബ്ലിഷ് കേട്ടോ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഫോർ യുവർ കൈൻഡ് നോളജ്. അപ്പോൾ ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, ദേ ഹാവ്, യു ഹാവ്, ഐ ഹാവ്. ഐ സിംഗുലർ ആസ് വെൽ ആസ് പ്ലൂരൽ. അതിന് പറഞ്ഞാൽ നമ്മൾ ദേ, വി, യു എല്ലാം എന്താണ്, പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. ഈ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് വെക്കും. ഹാവിന്റെ അർത്ഥം ഉണ്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഹാസ്, ഹാവ് എന്ന ഓക്സിലറിന്റെ യൂസേജ്. അപ്പൊ ഞാൻ ഒരു പ്ലൂറൽ സബ്ജക്ട്സ് വെച്ചിട്ടുള്ള ഒരു ഹാവ് വെച്ചിട്ടുള്ള അതിന്റെ 5 ചോദ്യങ്ങളും 5 ഫോർമേഷൻസ്, അതായത് 5 ഫോർമേഷൻസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ, ദേ ഹാവ് എ ന്യൂ ബുക്ക്. ചെറിയ എക്സാമ്പിൾ എടുക്കുന്നത്, ലോകത്തിൽ എല്ലാ ഉദാഹരണം എടുക്കാം. അപ്പൊ നമ്മളെങ്ങനെ ചോദ്യക്കുന്നത്? ആ ഹാവ് ഫസ്റ്റ് പാർട്ട്, ഹാവ് ദേ ബുക്ക്, ഹാവ് ദേ കാർ, ഹാവ് ദേ ബിൽഡിംഗ്, ഹാവ് ദേ ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടീസ് അറ്റ് ബോംബെ, ഹാവ് ദേ അത്രയും ഉണ്ടാക്കാം അല്ലെ. ഹാവ് ദേ എ ന്യൂ കാർ, ഹാവ് ദേ an ambassador car, have they building, have they hotel building, have they a lot, have they a new house. അപ്പൊ അവർക്കൊരു പുതിയ വീട് ഉണ്ടോ? അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? യെസ്, ഐ ഹാവ് എ ന്യൂ ബിൽഡിംഗ്. ന്യൂ, ഐ ഹാവ് നോട്ട് എ ബിൽഡിംഗ്, ന്യൂ ബിൽഡിംഗ്. ഫോർമേഷൻ ആക്കാം. ഐ ഹാവ് എ ന്യൂ ബിൽഡിംഗ്, ദർ ഇറ്റ് കാസ് കൂടി പറഞ്ഞില്ലേ. അപ്പോ have you any building there at Kasaragod? Yes, I have a building at Kasaragod. No, I haven't. അത് ചോദ്യങ്ങൾ അതിന്റെ നമ്മളെ ടാഗ് എങ്ങനെ ചോദിക്കാം. ടാഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടാഗ് ഒന്നും വലിയ ഒരു പറഞ്ഞു പോകുമ്പോൾ ടാഗ് എന്നൊക്കെ പറയുമ്പോൾ ആ വേർഡൊക്കെ കേൾക്കുമ്പോൾ പഠിച്ചു ടാഗ് എന്തപ്പാ ഈ ടാഗ് ആകെ ഇംഗ്ലീഷിനകത്ത് 24 ടാഗ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് എഴുതി വെച്ച പുസ്തകം. 24 ടാഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ 24 ടാഗ് മാത്രമേ ഇംഗ്ലീഷ് സാഹിത്യത്തിലുള്ളൂ എന്ന് അത് എഴുതി വെച്ചില്ല. അതും കൂടി എഴുതി വെക്കണം. ഞാൻ അത്തരം ഭാഗങ്ങളായിക്കോട്ടെ പറയുന്നത്. ടാഗ് എന്ന് പറയുമ്പോൾ 24 ഓൺലി 24 ഓക്സിലറി വെർബ്സ്. ആ ഓക്സിലറി വെർബ്സിന്റെ എല്ലാം ആദ്യ ഭാഗത്തിൽ വരുമ്പോൾ എൻ്റെ അതായത് അത് നോട്ട് ചേർക്കുമ്പോഴാണ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇപ്പോൾ ആകെ വരുന്നത് ദർ ആർ ഓൺലി 24 ഓക്സിലറീസ് ആൻഡ് ദർ ആർ ഓൺലി 24 എന്താണ് ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് എഴുതി വെക്കണം. അത് എഴുതി വെച്ചില്ല. ഒരു ബുക്കും തന്നെ ഞാൻ പറയും. ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ വെട്ടിട്ടില്ല. കലാകാലങ്ങളായിട്ട് പുതിയ പബ്ലിക്കേഷൻ വരുമ്പോൾ ഞാനിങ്ങനെ നോക്കാറുണ്ട്. കാരണം എന്നോട് വെച്ചാൽ അത് നിങ്ങൾക്ക് കൂടി അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഈ ഓതറിന്റെ കാഴ്ചപ്പാട് എന്താണ് ലാംഗ്വേജിനെ കുറിച്ച്, ലാംഗ്വേജ് എങ്ങനെയാണ് അയാൾ ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഉപയോഗിച്ചത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഗെറ്റ് എ ഡീപ്പ് നോളജ് കണക്റ്റഡ് വിത്ത് ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്. നമ്മൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് റിക്വയർഡ് ടു ഗോ ഇൻ ദ ഡീപ് സൈഡ് ഓഫ് ദ ലാംഗ്വേജ്. എന്നാൽ മാത്രമേ നമുക്ക് അത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഇനീഷ്യലി whenever we try to learn or whenever we try to go through the language, it feels somewhat monotonous and we will run away from the track and all. But after that, we again, no, not like that, but you do a continuous effort. Suppose you want to attain the language, English is my question, my information. A continuous side, and my own experience I am saying, I am running behind the language for a long period. So nowadays, I can say that the language is running behind. അപ്പൊ അത് ഞാൻ എൻ്റെ കഥ പറയുന്നതല്ല. പക്ഷെ നിങ്ങൾ കൂടി അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മടുത്തം വരുമ്പോൾ വിട്ടുകൾ അതിന് പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കണം. വെൽ നെക്സ്റ്റ് ടൈം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലാംഗ്വേജ് വിൽ റൺ ബിഹൈൻഡ് യു, നോ ഡൗട്ട്. ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ് ഐ ആം ഷെയറിംഗ്. ഓക്കെ, അപ്പോൾ ഹാസ്, ഹാവ്, ഹാഡ്. ഇനി ഹാവിന്റെ മനസ്സിൽ ഹാവിൻഷ്യൂ എ ബിൽഡിംഗ് ഇപ്പോൾ ടാഗായി. ഒരു ഉദാഹരണം കൂടി ഞാൻ തരാം ഹാവ് വെച്ചിട്ട്. വി ഹാവ്, ഞങ്ങൾക്കുണ്ട്, ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടീസ് ദർ ഇൻ മാംഗ്ലൂർ. ഇപ്പൊ ഇന്ന് വെച്ചത് അത് പ്രൊപ്പോസിഷന്റെ കാര്യമൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ വന്നു പോയതുകൊണ്ട് ഇനി എവിടെ ഉപയോഗിക്കുന്നത് കാര്യം പറയുമ്പോൾ അത് നിങ്ങൾക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കാം, എവിടെയാ ഉപയോഗിക്കണം എന്നൊക്കെ മനസ്സിലാവും. അതായത് കോസ്മോപോളിറ്റൻ സിറ്റീസിന്റെ ഇംഗ്ലീഷ് ആയിട്ട് എഴുതി വെച്ചത് അങ്ങനെയാണ്. അത് ഇംഗ്ലീഷായിട്ട് എഴുതി വെച്ചതാണ്. നമ്മൾ ഇന്നെന്താ ബിഗസ്റ്റ് ടൗണിന്റെ മുമ്പ് സിറ്റീസിന്റെ ബാക്കിൽ വെക്കണം എന്ന് നമുക്ക് അങ്ങോട്ട് ചോദിച്ചാൽ അത് ശരിയല്ലല്ലോ. അത് എങ്ങനെയാണ് കോസ്മോപോളിറ്റൻ സിറ്റീസിന്റെ ബാക്കിൽ ഇന്നെന്താ പ്രിപ്പോസിഷനാണ് വെക്കേണ്ടതെന്നാണ് ഇംഗ്ലീഷ് ആയിട്ട് എഴുതിയിൽ. അത് നമ്മൾ മനസ്സിലാക്കിക്കൂടാ, അത് നമ്മൾ ഉപയോഗിച്ചുകൂടാ. ഓക്കെ, ദാറ്റ് ഇറ്റ് ബി ഫോർ യുവർ കൈൻഡ് നോളജ്. നിങ്ങൾക്ക് കൂടിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നഗരങ്ങൾ, വലിയ നഗരങ്ങൾ വെക്കുമ്പോൾ ഇന്ന് വെക്കും, അല്ലാതെ നമ്മൾ ചെറുതല്ലാണ് ഏറ്റവും വെക്കും. അപ്പൊ എന്താ പറഞ്ഞത്, വി ഹാവ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ദർ ഇൻ ബാംഗ്ലൂർ, അല്ലെ ദർ ഇൻ ബോംബെ. അപ്പോൾ
ചോദ്യം എങ്ങനെ ചോദിക്കുന്നത്? അന്ന് നേരത്തെ പറഞ്ഞ പോലെ ആ ഓക്സിലറി വെർബ് ആദ്യം വരും അല്ലേ? ഹാവ് യു, വി എന്നല്ല, ഞങ്ങൾ എന്നല്ല അവർ പറഞ്ഞതല്ലേ, ഞങ്ങൾക്ക് ബിൽഡിംഗ് ഉണ്ട് അല്ല. അപ്പൊ ഞാൻ ഒരാൾ നിങ്ങൾ അങ്ങോട്ട് എങ്ങനെ ചോദിക്കുക? നിങ്ങൾക്ക് അല്ലേ അല്ലേ? ഹാവ് യു ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടീസ് ദർ ഇൻ മാംഗ്ലൂർ? അപ്പൊ ഉത്തരം പറയാണ് അതെ ഞങ്ങൾക്ക് വി ഹാവ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടീസ് അത് ഇൻ മാംഗ്ലൂർ. അത് നിഷേധം എന്താണ് പറയുന്നത്? നോ, വി ഹാവ് നോട്ട് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടീസ്. അപ്പൊ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ പാർട്ട്, ആ ക്വസ്റ്റ്യൻ വേർഡ് അത് ആദ്യം വരും അല്ലേ? അത് ദാറ്റ് ആക്ട് ആസ് എ ക്വസ്റ്റ്യൻ വേർഡ്, ദാറ്റ് ഓക്സിലറി അല്ലേ? അവിഞ്ചു അപ്പൊ എന്തായി? അത് ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു. മനസ്സിലല്ലേ? അപ്പോൾ ടാഗ് ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞു ആകെയുള്ളത് 24 ഓക്സിലറി വെർബ്സ് ആണ്. ആ ഓക്സിലറി വെർബ്സിനെ കൊണ്ടാണ് എല്ലാ സെന്റൻസിന്റെ ഫോർമേഷന്. ഓക്സിലറി മീൻസ് സഹായക്രിയകൾ. ആ സെന്റൻസിന്റെ ഫുൾ ഫോർമേഷൻ വരണ്ടിക്കൽ, ആ കൃത്യമായിട്ട് ആവണ്ടിക്കൽ എന്ത് വേണം? ഈ സഹായക്രിയ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, എല്ലാ സെന്റൻസിലും ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ അറിവിലേക്ക് പറയുന്നത്, അതായത് ഈ ഓക്സിലറി വെർബ്സ് നമുക്ക് സ്കൂളിലും കോളേജും എന്നോട് ചിരിച്ചുപോയതാണ്. എന്നോട് ഓക്സിലറി എന്ത് ഓക്സിലറിയാണ്, ഓക്സിലറി എടിയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ, ഓക്സിലറിന്റെ ഇംഗ്ലീഷ് സാഹിത്യത്തിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊന്നും ആരും നമുക്ക് പറഞ്ഞു തന്നില്ല. സത്യം പറയാൻ വെച്ചാൽ ഇന്നും അധ്യാപകന്മാർ അത് പറയുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിൽ ടീച്ചേഴ്സിന്റെ ഓറിയന്റേഷൻ പൊസിഷൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് വളരെ കൃത്യമായിട്ട്. ആരെയും ബ്ലെയിം ചെയ്യുന്നൊന്നുമല്ല. കാരണം നമ്മൾ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷിന്റെ ബേസിക്കൽ സൈഡ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അപ്പൊ ദാറ്റ് മീൻസ് they must be equipped, the teachers or those who are giving such guidance as teachers, in my opinion, they must be fully equipped. ആ fully equipped അല്ലാത്തത് കൊണ്ടാണ് the learners are not attaining the language as per thought, as per with the impression. See, അവർ വിചാരിച്ച പോലെ അവർക്ക് ഇംഗ്ലീഷ് കിട്ടാതെ, ലേണേഴ്സിന് കിട്ടാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊടുക്കുന്നവർക്ക് ദാറ്റ് മച്ച് ബി എക്യുപ്ഡ് ആയിരിക്കണം. ആ എക്യുപ്ഡ് അല്ലാത്തതാണ്. ഞാൻ എൻ്റെ അനുഭവത്തും കൂടിയാണ് പറയുന്നത്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്. എൻ്റെ വീഡിയോ കണ്ടോ കണ്ടില്ലോ അങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് പറയാൻ പറ്റിയ കാര്യങ്ങൾ, എൻ്റെ അറിവുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ച് ഞാനത് എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുക എന്നുള്ള ഒരു 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 കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊന്നും ഓപ്പണായിട്ട് പറഞ്ഞു പോകുന്നു. വെറും ക്ലാസ് എടുത്ത് അതിന് വ്യൂവേഴ്സിന് അങ്ങനെയൊന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, പറയുന്നു. അപ്പൊ ഇപ്പൊ ഹാസ് കിട്ടി, ഹാവ് കിട്ടി അല്ലെ? അതിനെക്കൊണ്ട് അവിഞ്ചു എന്ന് പറയുമ്പോൾ ചോദ്യമാണെന്ന് മനസ്സിലാക്കി. ഹാസ് സിംഗുലറിന്റെ കൂടി, ഹാവ് പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കുന്നത് മനസ്സിലായി. എത്രയെങ്കിലും ലക്ഷ്യങ്ങൾ നമുക്ക് ഹാസിനെ കൊണ്ട് ഹാവിനെ കൊണ്ട് ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഹാസ് ഹാവ് ഉണ്ട് എന്ന അർത്ഥമാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ ബേസിക് ആൻഡ് ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡ് വി മസ്റ്റ് ഹാവ്, then only we get the language, we can catch the language easily. ഓക്കെ, അടുത്ത വേർഡ് നമുക്ക് ഹാഡിന്റെ മലയാള അർത്ഥം എന്താണ്? ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഉണ്ടായിരുന്നു എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പാസ്റ്റിലെ കാര്യം. എനിക്ക് അവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? ഞാൻ ചെറുപ്പകാലത്ത് രാവിലെ നടക്കാൻ പോകാറുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹാഡ് പാസ്റ്റിൽ. പക്ഷെ ഹാഡിനെ കുറിച്ചൊന്നും, ഹാഡ് എന്ന ഓക്സിലറിയെ കുറിച്ച് നിങ്ങളൊന്നും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹാഡിനെ കൊണ്ട് ഒരു ഉദാഹരണം ഉണ്ടാക്കി അങ്ങ് പഠിച്ചാൽ പോരാ. എന്താണ് അത്, അതിന്റെ അർത്ഥം എന്താണ് എന്ന് ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഹാഡ് എന്താ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഉണ്ടായിരുന്നു. അത് എവിടെയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? വിത്ത് സിംഗുലർ ആസ് വെൽ ആസ് പ്ലൂരൽ. പ്ലൂറലിന്റെ കൂടെയും സിംഗുലറിന്റെ കൂടെയും ഉപയോഗിക്കുന്നു. അതായത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെയും പാസ്റ്റിൽ പ്രസന്റിൽ ഹാസ് പറഞ്ഞ പോലെ വ്യത്യാസങ്ങളില്ല. അവിടെ ഉപയോഗിക്കുന്നത് ഹാഡ് തന്നെയാണ്. ഹാഡിന്റെ അർത്ഥം ഉണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. ഇനീഷ്യൽ ലേണേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം ഗൈഡൻസ്. പുറമെ അഡ്വാൻസ് ലേണേഴ്സ് ഒക്കെ പഠിച്ചവരൊക്കെ ഉണ്ട്, അവർക്കൊന്നും ഇത് ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഇത് മൈ ബൗണ്ട് ആൻഡ് ഡ്യൂട്ടി, ഐ ആം കംപ്ലൈയിങ് ദാറ്റ് മച്ച്. ഓക്കെ, അപ്പൊ ഹാഡ് എന്താണ്? ഉണ്ടായിരുന്നു. അപ്പൊ അത് ഹി ഹാഡ്, ഷീ ഹാഡ്, ഇറ്റ് ഹാഡ്, ദേ ഹാഡ്, വി ഹാഡ്, യു ഹാഡ്, ഐ എല്ലാം വെക്കാം. അപ്പൊ അവിടെ ഞാൻ ഒരിക്കലും കൂടി ആവർത്തിക്കുന്നു. ഐ സിംഗുലർ ആണെങ്കിൽ ഐ ഞാൻ എന്ന് പറയും. പക്ഷെ അവിടെ എന്താണ്? സിംഗുലർ ആൻഡ് പ്ലൂറൽ ആയിട്ട് ഇപ്പുറം ഉപയോഗിച്ചിട്ടുണ്ട്. ഐ ഹാസ് ഉപയോഗിച്ചിട്ടില്ല, ഐ ഹാവ് ആണ് ഉപയോഗിച്ചത്. പക്ഷെ അപ്പുറത്ത് അവിടെ ഉപയോഗിക്കുന്നത് ഹാഡ് തന്നെയാണ്. അത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയും ഹാഡ് ഉപയോഗിക്കുന്നുണ്ട്. ഹാഡിന്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. ഹാഡിന്റെ ഒരു ഉദാഹരണം, 2 ഉദാഹരണം കൂടി തന്നിട്ട്
ഇത് ഈ ഒരു പഠിതാക്കൾക്ക് പല ആൾക്കാർക്കും ഒരു 20, 25, 30 മിനിറ്റിലധികം ഒന്നും ക്ലാസ് കേൾക്കുന്നതിലും ക്ലാസ് ഗ്രാസ്പ് ചെയ്യുന്നതിലും ഒന്നും താല്പര്യം തോന്നുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് അറിയില്ല. ആ മൂഡ് ഓഫ് വരും. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളത് എങ്ങനെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്നൊരു ധാരണ കൂടി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് 3 ഓപ്ഷനുകൾ മാത്രം എടുക്കുന്നത്. അല്ലേ, ആഡിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഹാസ് ഹാവ് കഴിഞ്ഞ് ആഡിലേക്ക്. ആഡിന്റെ അർത്ഥം ഉണ്ടായിരുന്നു. ആഡ് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഉദാഹരണം എപ്പോഴും ഉണ്ടാകും. ആഡ് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടി പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടി. എന്നിട്ട് നിങ്ങൾ ഒരു ഉദാഹരണം എൻ്റെ അടുത്ത് പഠിക്കുക. പിന്നെ നിങ്ങൾ നോട്ട് ബുക്കോ എടുത്തിട്ട് കണ്ടമാനം ഉദാഹരണം എഴുതി പഠിക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണോ, അത് പ്രാക്ടിക്കലാകെ ടങ് പ്രാക്ടീസ് ചെയ്താൽ കുറച്ച് ആവറേജ് സൗണ്ട് നിങ്ങൾ അത് വായിക്കുക. അപ്പോൾ ക്ലിയർലി നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേട്ടോ. അപ്പൊ ഞാൻ ഹാഡിന്റെ ഉദാഹരണം ഇപ്പൊ തരാം. ഐ ഹാഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ദർ ഇൻ ബോംബെ. എന്താണ് ഈ പറഞ്ഞത്? എനിക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബോംബെയിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ വിട്ടുപോയി അല്ലെ. എനിക്കുണ്ടായിരുന്നു ഒരു അംബാസിഡർ കാർ. ഐ ഹാഡ് ആൻ അംബാസിഡർ കാർ. ഉണ്ടായിരുന്നു, സത്യം കൂടെ. എനിക്ക് പണ്ട് അംബാസിഡർ കാർ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അംബാസിഡർ കാറാണ്. എൻ്റെ കുറെ കാറുകൾ എടുത്തു. ലാസ്റ്റ് എടുത്ത് ഇക്കോ എടുത്ത്. ഓക്കെ, അപ്പൊ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ആൻ അംബാസിഡർ കാർ. അപ്പൊ നമ്മൾ ചോദിക്കും, ഇങ്ങൾക്ക് അംബാസിഡർ കാർ ഉണ്ടായിരുന്നു? ഇപ്പൊ ചോദിക്കുന്ന കുറെ കൊല്ലം മുമ്പുള്ള സംഗതി അല്ലേ. അത് ഈ ആഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ഓക്സിലറി വെക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് രാജ്യം അത് ലോങ് പാസ്റ്റിലുള്ള സംഗതികൾ എക്സ്പ്രസ്. ലോങ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് മുമ്പേ ഇല്ല. ഇപ്പൊ നിയറസ്റ്റ് പാസ്റ്റാണ് നമ്മൾ ഇട ഉപയോഗിക്കുക. അതിപ്പോൾ ഞാൻ കമ്പാരിറ്റീവ് സ്റ്റഡി ഒന്നും ഇപ്പോൾ നടത്തുന്നില്ല. ഞാൻ കോൺസെൻട്രേറ്റിംഗ് ഓൺലി ഹൗ ടു ഫോം സെന്റൻസസ് ബൈ യൂസിങ് ദാറ്റ് പർട്ടിക്കുലർ ഓക്സിലറി ഹാഡ്. ഹാഡ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് ആൻ അംബാസിഡർ കാർ. ഇപ്പൊ നമ്മളെന്താ ചോദിക്കുക? ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കുക? ഫസ്റ്റില് ആ ഓക്സിലറി എടുത്ത് നോക്കണം. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അജുവൻ അംബാസിഡർക്ക് അപ്പൊ നിങ്ങൾക്ക് ഈസിയായി ഏത് ഓക്സിലറി കേട്ട് ഉപയോഗിച്ച് ഇതാകുമ്പോൾ നിങ്ങൾക്ക് ആ ഓക്സിലറി എടുത്ത് ഫസ്റ്റിൽ വെച്ച് അത് ക്വസ്റ്റ്യൻ ആക്കാം എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ ആ എൻ്റെ ഇത്തരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാവും. ഓക്കെ, അജുവൻ അംബാസിഡർക്ക് ഇപ്പൊ ചോദ്യം അവിടെ ചോദ്യമാർക്കുക. പോസിറ്റീവ് ഉത്തരം എന്താ? Yes, I had an ambassador car. നിഷേധ സെന്റൻസ് എന്താണ്? No, I had an ambassador car. ഞാൻ അവിടെ വെച്ച് എന്താണ് ഞാൻ പറഞ്ഞത്. പിന്നെന്താ ഓക്സിലറി ടാഗ് പറയുക? അടിഞ്ച്. നാട്ട് വെച്ചപ്പോ അടിഞ്ച് ambassador car. അപ്പൊ നിങ്ങള് നേരത്തെ ഞാൻ സെന്റൻസ് ഫോർമേഷൻ്റെ ഇടയ്ക്ക് പ്രിപ്പറേഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ? നിങ്ങൾ മനസ്സിലായി. ഇന്ന് വെക്കുന്നത് വലിയ വലിയ നഗരങ്ങൾക്ക് പിന്നിൽ, അറ്റ് വെക്കുന്നത് ചെറിയ നഗരങ്ങൾക്ക്. അത് ഇംഗ്ലീഷായിട്ട് അങ്ങനെ പറഞ്ഞു. അത് നമ്മൾ ആവർത്തിക്കാതെ നമ്മൾ പഠിക്കാം. അപ്പൊ ഇപ്പൊ ഇവിടെ ഞാൻ ആൻ വെച്ചു. അംബാസിഡർ കാരണല്ല പറഞ്ഞത്. അപ്പൊ എന്താണ് ഏനും തമ്മിൽ രണ്ടിന്റെ അർത്ഥം ഒരു തന്നെയാണ് അല്ലെ. അപ്പൊ ഇത്തരം ഓക്സിലറീസിന്റെ യൂസേജും ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെന്റൻസ് ഫോർമേഷൻ വീട്ടിൽ നമ്മൾ പഠിച്ചെടുത്താലും നമുക്ക് കൃത്യമായിട്ട്, അതായത് വിത്ത് ഗ്രാമർ ഫിറ്റ്നസ്, ഗ്രാമർ കറക്റ്റ്, വി ക്യാൻ ഡു ടോക്ക്. ഓക്കെ, അപ്പൊ എൻ്റെ അർത്ഥം ഒരു അതായത് AEIOU ആൽഫബറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ആസ് എൻ അംബാസിഡർ കാർ. കണ്ട, AEIOU, ദാറ്റ്സ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. രണ്ട് ഉദാഹരണം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അക്ഷരത്തില്, ആൽഫബറ്റില് തുടങ്ങുന്ന വേർഡുകൾക്ക് പിന്നിലായിട്ട് AEIOU. പക്ഷെ ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അവിടെ വെക്കുന്നത് ആനാണ് അല്ലേ. ഇറ്റ് ഈസ് എ ഹോട്ടൽ എന്ന് പറയുന്നില്ല, ഇറ്റ് ഈസ് ആൻ ഹോട്ടൽ എന്നാണ്. എന്താ അത് കാരണം? ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു കറക്റ്റ്നെസ് കിട്ടും. അവിടെ പ്രൊണൗൺസിയേഷൻ എന്താ വരുന്നത്? അപ്പൊ വന്നല്ലേ. പക്ഷെ പണ്ട് നമ്മൾ എഴുതിയില്ലെന്നാണ് HOC. അപ്പൊ പ്രൊണൗൺസിയേഷൻ എവിടെയാ വരുന്നതെന്ന് കൂടിയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക.
രണ്ട് എ ഇ ഐ ഒ യു തുടങ്ങുമ്പോഴാണ് ആണ് ചേർക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇത് ഞാൻ പറയുന്നതല്ല, ഞാൻ പറയുന്നത് എൻ്റെതായിട്ടുള്ള ഒന്നും ഞാൻ പറയുന്നില്ല, എൻ്റെതായിട്ടുള്ളതല്ല ഒന്നും, എല്ലാം ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ എൻ്റെ അറിവിന്റെ ഒരു പാർട്ട് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. എൻ്റെ വ്യൂസിന് എൻ്റെ ഡ്യൂട്ടി അത്. അതായത് ഞാൻ എൻ്റെതായ ഇംഗ്ലീഷ് ഞാൻ അങ്ങനെയൊന്നല്ല, ഇതിന്റെ ഇംഗ്ലീഷ് സാഹിത്യം എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് പുതിയ പഠിതാക്കൾക്ക് കൊടുക്കുക. അതാണ് നമ്മുടെ ഒബ്ലിഗേഷൻ, അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, പറയുന്നത്. പിന്നെ അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് എന്താണ്? ആസ്, ആവ്, ആഡ്. അങ്ങനെ ഒരിക്കലും കൂടി 2 മിനിറ്റിൽ ആവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഹാസിനുണ്ട്, ഹാവ് ഉണ്ട്, ഹാവ് വിത്ത് സിംഗുലർ, ഹാവ് വിത്ത് പ്ലൂരൽ അല്ലെ. ആഡ് ഉണ്ടായിരുന്നു, ആഡ് വിത്ത് സിംഗുലർ ആസ് വെൽ ആസ് പ്ലൂരൽ. So we can stop the class of today. We can meet again by the grace of Almighty in the next class. Okay.